ഒന്നുമില്ല, ലൈറ്റ് ഓഫ് ആക്കുക, കിടക്കുക. കിച്ചൺ അടക്കുക, കിച്ചൺ ക്ലോസ്. ഇനി പെൽച്ച വരെ നിക്കണ്ടേ എന്തെങ്കിലും കൊണ്ട. ഇനി എന്താണ്? ഒരു ഡബിൾ ആംപ്ലേറ്റ് അടിച്ച നല്ല ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നല്ല സെറ്റപ്പ് ആക്കിയ ചുള്ളി അരിയാനൊന്നും വെജൊക്കെ ആക്കുവോ? വേണമെങ്കിൽ ഞാൻ ബുൾസൈ മാതിരി ഉണ്ടാക്കി. ബുൾസൈ ഇട്ടില്ല, ബുൾസൈ എന്തൊരു കളുകൾ ഒരു ആംപ്ലേറ്റ് അടിച്ചാൽ പറ്റൂലേ? ഉള്ളി കരിയന്റെ പണിയാണത്. ഉള്ളിലാണോ റിസ്ക്? ഞാൻ സെറ്റ് ആക്കി തരാം പോരെ? ഞാൻ അരിഞ്ഞുതരും. ഇത് പുതിയ ഐഡിയ ഉണ്ട്. എന്നാ ഞാൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിയതാ ഉള്ളി അരിയാൻ. ഇനി ആംപ്ലേറ്റ് എമർജൻസി ആയി ഉണ്ടാക്കൂ അല്ലേ? വെറൈറ്റി ചോപ്പർ ആട്ടെ ഗൈസ്. ഈ ചോപ്പറിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നമ്മളിങ്ങനെ വലിച്ച് കയറൊന്നും നൂലൊന്നും വലിച്ചടങ്ങേറായി കുടിരിക്കലിന്റെ ഇതില് നമ്മളൊന്ന് വാങ്ങിനി ഇങ്ങനെ വലിച്ചൊരു ചോപ്പർ ഇല്ലേ, പെട്ടെന്ന് കംപ്ലൈന്റ് ആയില്ലേ? കയ്യും നാശമായി. ഈ സാധനം ഉണ്ടല്ലോ നല്ല ഷാർപ്പ് ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു സാധനം കേട്ടോ. അത് തുറന്നു കൊടുത്താ നോക്കണികള് പ്രൊഡക്റ്റ്. ഇതാണ് പ്രൊഡക്റ്റ്. റിസ്ക് ഇല്ല. കുറച്ച് ഉള്ളി അരിഞ്ഞാണ്ട് വേണം ആംപ്ലേറ്റ് ഉണ്ടായിക്ക. അപ്പൊ ഗൈസ് വീട്ടിലെ ഉള്ളി അരിയാൻ ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കുഞ്ഞോക്ക് വാങ്ങിക്കൊടുത്ത ഒരു ചോപ്പറാണ് കേട്ടത്. ഇതിന് വെറും 100 സംതിങ്ങേ ഉള്ളൂ. 200 റുപ്യന്റെ ചോട്ടിലാണ് ഇതിന്റെ പ്രൈസ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വളരെ കുറഞ്ഞ നേരം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടത്. കട്ട് ചെയ്യല്ല, ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഭംഗിയിൽ തന്നെ ചോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ കുഞ്ഞോളെ ഏതായാലും ഇപ്പൊ ഇത് ചോപ്പ് ചെയ്ത സ്ഥിതിക്ക് പരസ്യത്തിന് വേണ്ടി ചോപ്പ് ചെയ്തതാണ്. അപ്പൊ ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ഒരു പുതിയ വെറൈറ്റി സലാഡ് ഉണ്ടാക്കി തരാറുണ്ട്. പൈനാപ്പിൾ ഒക്കെ പാടെ ചോപ്പ് ചെയ്താണ് ഈ മിക്സ് ചെയ്തുകൊണ്ട് സാധനം കൊടുത്തപ്പോൾ സെറ്റ്. അപ്പോൾ ഈ മിക്സ് ചെയ്യണ വിസ്ക് ആയാലും അതുപോലെ തന്നെ ഈ ചോപ്പർ ആയാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ ടാഗ് ചെയ്ത് അതുമ്പോൾ നെക്കിയിട്ട് വേഗം പോയി പർച്ചേസ് ചെയ്തോളി. കുറഞ്ഞ പൈസക്ക്, അതായത് 100 സംതിങ്ങിനാണ് ഈ സാധനം കിട്ടുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾ കൊണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ ഗായ്സ്.